പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതെന്ന് സ്ഥിരീകരണം. 2 കുട്ടികളുടെയും അസ്ഥികളുണ്ടെന്ന് കണ്ടെത്തൽ. അസ്ഥികളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അതേസമയം പ്രതികളായ അനീഷയും ഭവിനും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. പ്രതികളെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കി. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ആ അസ്ഥികൾ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടേതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. ഇനിയെന്ത്? പക്ഷേ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴത്തേനാണ് നമുക്ക് ഈ ഒരു വിവരം, അതായത് അനീഷയുടെയും ഒപ്പം തന്നെ ഭവിന്റെയും വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പിഞ്ചു കുട്ടികളുടേതാണ്, അവരുടെ കുട്ടികളുടേത് തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റു കാര്യങ്ങൾ, അതായത് പോലീസ് പറയുന്ന മറ്റു കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവരിലേക്ക്, അതായത് ഭവനിലേക്കും അതേപോലെ തന്നെ അനീഷയിലേക്കും എത്തണമെങ്കിൽ ഇനിയും നിരവധി കടമ്പകളുണ്ട്. അതായത് എങ്ങനെയാണ് കുട്ടീനെ കൊന്നുവന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസിന് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അതായത് കോടതിയിലേക്ക് എത്തുമ്പോഴത്തേന് അത്തരം തെളിവുകൾക്കായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക. അതുകൊണ്ട് ഈ കുട്ടികളുടേത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സമയത്ത് തന്നെ കുട്ടികളുടെ മൃതദേഹമാണെന്നും ഒപ്പം തന്നെ DNA പരിശോധനയിലൂടെ ഇവരുടെ മക്കളുടേതാണ് ഈ മൃതദേഹം അല്ലെങ്കിൽ ഇത്തരത്തിൽ കുഴിച്ചു മൂടിയെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എങ്ങനെയാണ് ഇവർ ഈ കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ കടമ്പകളുണ്ട്, ശാസ്ത്രീയ പരിശോധനകളുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ മൊബൈൽ, അതായത് ഭവിൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം കണ്ടെത്തിയാൽ മാത്രമേ അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതായത് കുട്ടികൾക്ക് ജന്മം നൽകുന്ന സമയത്ത് അനീഷ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഭവിന്റെ മൊബൈലിലേക്ക് അയച്ചു നൽകിയിരുന്നു. ആ മൊബൈൽ ഫോൺ പിന്നീട് ഭവിൻ നശിപ്പിച്ചിരുന്നു. ആ ഫോൺ കണ്ടെത്താനും അതിലുള്ള ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരാണ് ഈ കുട്ടികളെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിനുള്ള കൂടുതൽ തെളിവുകൾ കോടതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ മൂന്നാമതൊരാളുടെ പിന്തുണ, ഇവർക്ക് ഈ കൃത്യം നടത്താൻ വേണ്ടി മറ്റൊരാളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള തെളിവുകളും ഒപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളെ അടക്കം ചോദ്യം ചെയ്യുന്ന നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. കാരണം ഇരുവരും, ഭവിനും അതേപോലെ അനീഷയും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കുടുംബാംഗങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഈ ഭവിന്റെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. കൃഷ്ണൻ, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.